കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഒരു വാർത്തയുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയാണ്. വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: പണിയെടുക്കാൻ ആരുമില്ല, പോസ്റ്ററുകൾ കെട്ടിക്കിടക്കുന്നു. BJP കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതിയുമായി ജി കൃഷ്ണകുമാർ. ആരാണ് ജി കൃഷ്ണകുമാർ? BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നു. എന്താണ് പരാതി? പണിയെടുക്കാൻ ആരുമില്ല എന്ന് വെച്ചാൽ ജി കൃഷ്ണകുമാറിന് വേണ്ടി മണ്ഡലത്തിൽ പണിയെടുക്കാൻ ആരുമില്ല എന്ന്, മണ്ഡലത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ ആരുമില്ല എന്ന്, സ്ക്വാഡ് പ്രവർത്തനത്തിന് ഇറങ്ങാൻ BJP പ്രവർത്തകർ തയ്യാറല്ല എന്ന്. അതിനെതിരെയാണ് ജി കൃഷ്ണകുമാർ. ആരാണ് ജി കൃഷ്ണകുമാർ? BJP സ്ഥാനാർത്ഥിയാണ് കൊല്ലത്തെ. അതിനും അപ്പുറത്ത് BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. അങ്ങനെ BJPയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ ജി കൃഷ്ണകുമാർ മത്സരിക്കുന്ന കൊല്ലം ജില്ലയിൽ പണിയെടുക്കാൻ BJP പ്രവർത്തകർ തയ്യാറല്ല. ഇതാണ് കൊല്ലത്തെ പുതിയ വാർത്ത. നമുക്ക് വായിക്കാം ഇങ്ങനെയാണ്: BJP കൊല്ലം ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതിയുമായി NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോട് ജില്ലാ നേതൃത്വം സഹകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. അച്ചടിച്ചിറക്കിയ പോസ്റ്ററുകൾ എല്ലാം കെട്ടിക്കിടക്കുകയാണെന്നും പരാതിയിൽ പറയുന്നു. സ്വന്തം നിലയ്ക്ക് താൻ അച്ചടിച്ച പോസ്റ്ററുകൾ പോലും ജില്ലാ നേതൃത്വം വിതരണം ചെയ്യുന്നില്ലെന്നും ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പരാതിയെ തുടർന്ന് വിഷയത്തിൽ RSS നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇതാണ് സംഭവം. പോസ്റ്ററുകൾ പാർട്ടി അച്ചടിച്ച് നൽകുന്നില്ല. അദ്ദേഹം ജി കൃഷ്ണകുമാർ സ്വന്തം നിലയിൽ പോസ്റ്ററുകൾ അച്ചടിച്ചു. ആ പോസ്റ്ററുകൾ വിതരണം ചെയ്യാൻ പോലും ആളില്ല. അത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ബൂത്ത് കമ്മിറ്റികൾ ഇതുവരെയും രൂപീകരിച്ചിട്ടില്ല. ഒരു ബൂത്തിലും പ്രവർത്തനം നടക്കുന്നില്ല. മണ്ഡലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ മണ്ഡലം കമ്മിറ്റികൾ വേണം. അതിന് താഴെ ബൂത്ത് കമ്മിറ്റികൾ വരെ രൂപീകരിക്കണം. ഇതൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാണ് ജി കൃഷ്ണകുമാർ പറയുന്നത്. എന്തിനേറെ പറയുന്നു, പാർലമെന്റ് മണ്ഡലം തലത്തിൽ പോലും കമ്മിറ്റി പ്രവർത്തിക്കുന്നില്ല എന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. BJPയുടെ കൊല്ലം ജില്ലാ നേതൃത്വം പൂർണ്ണമായും ജി കൃഷ്ണകുമാറുമായി നിസ്സഹരിക്കുകയാണ് എന്നാണ് കൊല്ലത്ത് നിന്നും വരുന്ന വാർത്ത. എന്തുകൊണ്ടാണ് ഇങ്ങനെ? BJP നേതൃത്വം ഇതുവരെയും പണം താഴെത്തട്ടിലെത്തിച്ചിട്ടില്ലേ? BJP നേതൃത്വം ജില്ലാ കമ്മിറ്റിക്ക് പണം കൊടുത്തിട്ടില്ലേ? അതൊന്നുമല്ല പ്രശ്നം. ജില്ലാ കമ്മിറ്റി ആഗ്രഹിച്ച ആളെ സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എന്നാണോ പ്രശ്നം എന്ന് സംസ്ഥാന നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതുമല്ല പ്രശ്നം. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ മതി എന്ന നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ജി കൃഷ്ണകുമാർ ഒരു സ്ഥാനാർത്ഥി വേണ്ടേ? അതുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ മാത്രമാണ് കൃഷ്ണകുമാറിനെ അവിടെ മത്സരിപ്പിച്ചത്. അവിടെ ഒരു പ്രധാന മത്സരം കാഴ്ചവെക്കേണ്ടതില്ല. വോട്ടുകളെല്ലാം NK പ്രേമചന്ദ്രന് നൽകിയാൽ മതി. NK പ്രേമചന്ദ്രനാണ് BJP സ്ഥാനാർത്ഥി. ആ പ്രവർത്തനമായി മുന്നോട്ട് പോയാൽ മതി എന്ന കർശന നിർദ്ദേശം മുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നല്ല, ദില്ലിയിൽ നിന്നാണ് വിവരങ്ങൾ വന്നത് എന്നാണ് BJPയുടെ കൊല്ലത്തെ പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത്. കാരണം ആര് ജയിച്ചു വന്നാൽ NK പ്രേമചന്ദ്രൻ ജയിച്ചു വന്നാൽ RSPയിൽ തന്നെ തുടരുമോ എന്ന സംശയം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോകും എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നിരുന്നു. എന്നാൽ NK പ്രേമചന്ദ്രൻ അതൊക്കെ അപ്പാടെ നിഷേധിച്ചിട്ടുണ്ട്, അതപ്പോൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരമൊരു ആരോപണം ഉയർത്തുന്നത് നിക്ഷിപ്ത താല്പര്യക്കാർ ആണ് എന്നാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല BJP കരുതുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന MP-മാരിൽ BJPയിലേക്ക് വരാൻ സാധ്യതയുള്ള, കേന്ദ്രമന്ത്രിയാക്കാൻ സാധ്യതയുള്ള ആൾ ആരാണ്? അത് NK പ്രേമചന്ദ്രനാണ് എന്ന കണക്ക് കൂട്ടലിലാണ് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം ഉള്ളത്. അതുകൊണ്ടാണ് NK പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരുന്നിന് ക്ഷണിച്ചത് എന്ന ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിനുശേഷവും NK പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു. വിരുന്നിന് ശേഷം പുകഴ്ത്തി, അത് വലിയ വിവാദമായി ചർച്ചയായി. അത് ഒരു സാധാരണ സംഭവം മാത്രമാണ്, എനിക്കറിയില്ലായിരുന്നു വിരുന്നാണോ എന്നൊക്കെയുള്ള വിശദീകരണമാണ് അന്ന് NK പ്രേമചന്ദ്രൻ നൽകിയത്. അതിനുശേഷം മണ്ഡലത്തിൽ നടന്ന ഒരു ചടങ്ങിൽ ഓവർബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനമാണ്, റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ ഉദ്ഘാടനം. പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ആ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തുന്ന NK പ്രേമചന്ദ്രനെയും എല്ലാവരും കണ്ടു. എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്താൽ ആ പദ്ധതി ഉറപ്പായും നടപ്പാകും. അർദ്ധരാത്രി വരെ ഓഫീസിൽ നിന്ന് ജോലി ചെയ്ത് ഓരോ പദ്ധതിയുടെയും ഫോളോ അപ്പ് പരിശോധിച്ച ശേഷം മാത്രമേ അദ്ദേഹം ഉറങ്ങാൻ പോവുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി വലിയ ആളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച NK പ്രേമചന്ദ്രനെയും കണ്ടിരുന്നു. അതുകൊണ്ടൊക്കെയാണ് സംശയം, ഇദ്ദേഹം ജയിച്ചാൽ RSPയുടെ നേതാവായി തന്നെ തുടരുമോ, അതല്ല BJPയിൽ പോയി BJPയുടെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന കാര്യമൊക്കെ അപ്പോഴറിയാം. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്ഥാനാർത്ഥി ആരാണ്? അവിടെ സ്ഥാനാർത്ഥി
ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രനാണ് UDF BJP സംയുക്ത സ്ഥാനാർത്ഥി. ആ രൂപത്തിലാണ് അവിടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ കൂടെ ആളില്ലാത്തത്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടാകുന്നത് എന്നതാണ് വസ്തുത. ഏതായാലും കൃഷ്ണകുമാർ പരാതി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്. അത് സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനം വരുമോ എന്നറിയില്ല. RSS നേതൃത്വം പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.